അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം 15th ക്വസ്റ്റ്യൻ എ റിപ്പീറ്റർ ഓപ്പറേറ്റഡ് ദ ഡാഷ് ലെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 15th ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, അതായത് ഫിസിക്കൽ ലെയർ ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത് നോക്കാം 51 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാൾസ് വിത്ത് റിഗാർഡ് ടു ISO OSI റെഫറൻസ് ലെയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 51ത്തിൻ്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ്, അതായത് 52nd ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈവറ്റ് IP എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 52ൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം വെൻ ദ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ഇൻ എ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഓഫ് എ ഗ്രാഫ് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ സ്ട്രക്ചർ യൂസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, അതായത് ക്യൂ ആൻഡ് സ്റ്റാക്ക് ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 54th ക്വസ്റ്റ്യൻ യാക് സ്റ്റാൻഡ് ഫോർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് യെറ്റ് എനദർ കമ്പൈലർ ആണെന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം 55 ക്വസ്റ്റ്യൻ അത് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലുക്ക് എസൈഡ് LR പാർസർ എന്നാണ് ചോദിക്കുന്നത്. കമ്പൈലർ ഡിസൈൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കമ്പൈലർ ഡിസൈനിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ, അതായത് 55ൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് SLR ആണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം കൺസിഡർ ദ ഫോളോയിങ് ഗ്രാമർ എന്ന് വന്നിട്ട് ഒരു സ്പെസിഫൈഡ് ഗ്രാമർ തന്നിട്ടുണ്ട്. S = A ഗിവ്സ് എന്താണ് BB, അഗെയിൻ A ഗിവ്സ് എന്താണ് CC ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ ആണ് ചോദിക്കുന്നത്. ലാംഗ്വേജ് പ്രൊഡ്യൂസ്ഡ് ബൈ S ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു ഗ്രാമർ യൂസ് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ എവിടെ നിന്നാണ്? ഗ്രാമർ എന്നുള്ള പോർഷൻ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ 56 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം 57th ക്വസ്റ്റ്യൻ നോക്കാം. എ ലെക്സിക്കൽ അനലൈസർ പ്രൊഡ്യൂസ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഔട്ട്പുട്ട് എന്നാണ് ചോദിക്കുന്നത്. ലെക്സിക്കൽ അനലൈസർ എന്നാണ് ഏത് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതേതാണ്? കമ്പൈലറിൻ്റെ പോർഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 57ത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലെക്സിക്കൽ അനലൈസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം 58th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലംസ് ഈസ് സോൾവ്ഡ് ബൈ ബാക്ക് ട്രാക്കിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അൽഗോരിതത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് 58th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അൽഗോരിതത്തിൽ നിന്നാണ്. അപ്പോൾ അൽഗോരിതത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ 58ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് പ്രോബ്ലം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാക്ക് ട്രാക്കിംഗ് വഴി സോൾവ് ചെയ്യുന്നത്. അപ്പോൾ 58th നോക്കാം. 50th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ബാക്ക് ട്രാക്കിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡിൽ ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വെൻ എ റിക്കേഴ്സീവ് ബൈനറി സെർച്ച് മെത്തേഡ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ടു ഫൈൻഡ് ദ കീ ഓഫ് 18th ഫ്രം ദ ഇൻപുട്ട് അറേ. ഒരു അറേ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെവൽ ഓഫ് റിക്കേർഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 59th ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ, അതായത് 2 ആണെന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം 16th ക്വസ്റ്റ്യൻ എ മെഷീൻ ഇൻ വിച്ച് there may be several possible next state for which input value and the state value is called എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ആക്സെപ്റ്റഡ് ബൈ എ DPDA എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 61നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ലാംഗ്വേജ് ഓഫ് പാലിൻഡ്രോം ഓവർ ആൽഫബറ്റ് 0 and 1 ആണ് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം ദ മാക്സിമം നമ്പർ ഓഫ് ട്രാൻസിഷൻ ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓവർ ദ സ്റ്റേറ്റ് ഓഫ് DFA ഓവർ ദ ലാംഗ്വേജ് L = ABCD എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ 62ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് 4 ഈസ് ദ കറക്റ്റ് ആൻസർ, അതായത് ഓപ്ഷൻ ബി. നെക്സ്റ്റ് നോക്കാം 63rd ക്വസ്റ്റ്യൻ നോക്കാം. 63rd ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ കുറിച്ചിട്ടാണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്താണ്? ഒരു ടൈപ്പ് 2 ഗ്രാമറാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 64th ക്വസ്റ്റ്യൻ. The number of page fault produced by least recently used LRU algorithm for the following reference string for a memory which 3 frames ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 64th കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ, 11 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 65th ക്വസ്റ്റ്യൻ. എ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഈസ് ഡിസൈഡഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ.
അതെന്താണ്? ലോങ് ടേം ഷെഡ്യൂൾ. അതായത് എ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ബിലോ ഡി അനോമലി പോയിന്റ്സ് ഔട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 66ന് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. പേജ് ഫോൾട്ട് മേ ഇൻക്രീസ് ആസ് ദ നമ്പർ ഓഫ് അലോട്ടഡ് ഫ്രെയിം ഇൻക്രീസസ്. അപ്പോൾ അടുത്ത നോക്കാം. 68th ക്വസ്റ്റ്യൻ. എ ഷെഡ്യൂളിംഗ് അൽഗോരിതം വിച്ച് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ബോത്ത് പ്രിയംറ്റീവ് ആൻഡ് നോൺ പ്രിയംറ്റീവ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 68ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 4 ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 69th ക്വസ്റ്റ്യൻ. സെമാഫോറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ നോക്കാം. 69ൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓൺലി 1 ഈസ് ട്രൂ. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് ക്വസ്റ്റ്യനും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൻസറും പറഞ്ഞിട്ട് പോകുന്നത്. നമുക്കിതിന് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഓരോന്നും ചർച്ച ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. എ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ക്യാൻ അറൈസ് ഇഫ് ദ ഫോളോയിങ് 4 കണ്ടീഷൻ ഹോൾഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ 17ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 17ൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്. ഹോൾഡ് ആൻഡ് വെയിറ്റ്, സർക്കുലർ വെയിറ്റ്, നോ പ്രിയംഷൻ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇതാണ് എന്ന് പറയുന്നത് 17ൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 71th ക്വസ്റ്റ്യൻ. അതിനെ സംബന്ധിച്ചിടത്തോളം കൺസിഡർ എ ലോജിക് അഡ്രസ് സ്പേസ് ഓഫ് 8 pages ഓഫ് 2048 words each mapped into a physical memory 32 frames. The number of bits in the logical address and the physical address എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 71 കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 13 and 15 is the കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കാം. 73rd ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് when stored in the array at the location A0 to A9 forms a മാക്സ് ഹീപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ, ഇതിൻ്റെ ഓപ്ഷൻ ട്രൂ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 74th ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഡാറ്റാ സ്ട്രക്ചറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഹീപ്പ് എന്നുള്ള പോർഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. 74th ക്വസ്റ്റ്യൻ. എ സർക്കുലർ ക്യൂ ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എൻ അറേ ഓഫ് സൈസ് n. ദ pointers front and rear points to the first and last element of the queue respectively. The circular queue is full. അതായത് സർക്കുലർ ക്യൂ എപ്പോഴാണ് ഫുൾ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡ് n എന്നുള്ള സിറ്റുവേഷൻ അറൈസ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർക്കുലർ ക്യൂ ഫുള്ളാണെന്ന് പറയുന്നത്. ഇനി 75th ക്വസ്റ്റ്യൻ നോക്കാം. 75th ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ ഏതാണ് ഫോൾസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 75th സംബന്ധിച്ചിടത്തോളം ബി, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. 76th ക്വസ്റ്റ്യൻ. വെൻ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ബ്ലൂടൂത്ത് ടെർമിനോളജി ദേ യൂസ് എന്നാണ് ചോദിക്കുന്നത്. ഏത് വേവ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 76നെ സംബന്ധിച്ചിടത്തോളം റേഡിയോ വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 77 എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഫൈൻഡ് ദ ഇൻഫർമേഷൻ ഫ്രം ദ വെബ് യൂസിങ് ദ പ്രോഗ്രാം കോൾഡ് ഏതാണ്, സ്പൈഡർ. അതായത് ഓപ്ഷൻ 77 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 78th ക്വസ്റ്റ്യൻ. വെൻ എ റൗട്ടർ connects devices to the internet, it assign an identifier to each devices known as എന്താണ്, IP address. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ 80th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹാമിംഗ് കോഡ് വേർഡ് ഫോർ ദ ഡാറ്റ വേർഡ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് തന്നിട്ടുണ്ട്. ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ ആണ് തന്നിട്ടുള്ളത്. വിത്ത് ഈവൻ പാരിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 80th കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കാം. 81th ക്വസ്റ്റ്യൻ. ദിസ് പ്രിവെൻറ്റ് എയ്തർ സെൻഡർ ഓർ റിസീവർ ഫ്രം ഡിനൈനിങ് ദ ട്രാൻസ്മിറ്റഡ് മെസ്സേജ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് എന്ന് പറയുന്നത് നോൺ പ്യൂഡിഷൻ ആണ് എന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. 82nd ക്വസ്റ്റ്യൻ. 82nd ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് കീ ഇൻ ക്രിപ്റ്റോഗ്രഫിയാണ് ചോദിക്കുന്നത്. പബ്ലിക് കീ ഇൻ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്, അസിമെട്രിക് ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ദ അക്രോണിം RSA കംസ് ഫ്രം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 83ൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റാവസ് ഷമീർ അഡ്ലിമാൻ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം. 84th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ നെറ്റ്വർക്ക് ഓതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ഡിസൈഡഡ് ബൈ MIT എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് NAPM ആണ് കറക്റ്റ് ഓപ്ഷൻ.
അപ്പോൾ നെക്സ്റ്റ് നോക്കാം. എ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കംസ് അണ്ടർ എന്നാണ് ചോദിക്കുന്നത്. ഇൻ IT Act of 2000 ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ 86th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മിഡിൽ വെയർ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഏതാണ്? കോബ്ര ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. 87th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം എ പ്രോട്ടോകോൾ ദാറ്റ് ഹെൽപ്പ് ദ കമ്പ്യൂട്ടർ ക്ലോക്ക്സ് ടൈംസ് ടു സിങ്ക്രണൈസ്ഡ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ് ചോദിക്കുന്നത്. അപ്പോൾ 87th കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? NTP. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സംബന്ധിച്ചിടത്തോളം 88th ക്വസ്റ്റ്യൻ ആണ്. എൻഡ് പോയിന്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എൻഡ് പോയിന്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ്സ് അത് ഏത് യൂസ് ചെയ്തിട്ടാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ 88നെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ എ, അതായത് പോർട്ടാണ് എന്ത് ചെയ്യുന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കാം. 89th ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് IaaS എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ അല്ലാത്തതായിട്ട് വരുന്നത് 89th ഡി ആണ്. സെയിൽഫോഴ്സ് ആണ് എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ 90th ക്വസ്റ്റ്യൻ നോക്കാം. 90th ക്വസ്റ്റ്യൻ സംബന്ധിച്ചിടത്തോളം എ സ്റ്റാൻഡേർഡ് ഫോർ യൂസർ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ ബിറ്റ്വീൻ ദ സർവീസ് പ്രൊവൈഡർ ആൻഡ് ആൻ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 90ൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് SIML ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 91th ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക. ഇൻ HTML ഹൗ ഡു വി സ്റ്റാർട്ട് ഇൻസേർട്ട് ആൻ ഇമേജ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 91. അടുത്ത നെക്സ്റ്റ് 92 നോക്കാം. വാട്ട് ഈസ് ദ പോർട്ട് 80 ഈസ് യൂസ്ഡ് ഫോർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 92ൻ്റെ ആൻസർ എന്ന് പറയുന്നത് HTTP ആണ് എന്ത് ചെയ്യുന്നത് പോർട്ട് 80 യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നോക്കാം. 93rd ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് ദ ഫോളോയിങ് ഡാറ്റ ടൈപ്സ് ഇൻ XML എന്നാണ് ചോദിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡോട്ട് വാട്ട് കെയർ ആണ് എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. സോ 94th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് എ CSS ബോക്സ് മോഡൽ എന്നാണ് ചോദിക്കുന്നത്. സോ 94ൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡോട്ട് ലെങ്ത് ആണ്. സോ നെക്സ്റ്റ് നോക്കാം. 95th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ കീവേഡ് ടു ഡിക്ലെയർ ദ കോൺസ്റ്റൻറ്റ് ഇൻ ജാവ സ്ക്രിപ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ 95ൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ 96th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ JSON സിൻടാക്സ് ഡാറ്റ ഈസ് സെപ്പറേറ്റഡ് ബൈ എന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? നൺ ഓഫ് ദീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നോക്കാം. 97th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ HTTP റെസ്പോൺസ് കോഡ് 200 എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 97ൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സക്സസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് 97ൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ 98ലേക്ക് പോവാം. എ സോക്കറ്റ് അഡ്രസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. IP അഡ്രസ് ആൻഡ് ദ പോർട്ട് നമ്പർ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ 99th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കീ ലെങ്ത് ഓഫ് 3DES എന്നാണ് ചോദിക്കുന്നത്. സോ 99ൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 168 ബിറ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് ആൻ ആക്റ്റീവ് അറ്റാക്ക് എന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ നൺ ഓഫ് ദീസ് ആണ് ഓപ്ഷൻ വരിക. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ അതായത് ക്വസ്റ്റ്യൻസ് വായിച്ചു, അതിൻ്റെ ഓപ്ഷൻസ് മാത്രമാണ് പറഞ്ഞത്. ഓൾറെഡി ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പം പ്രൊവൈഡ് ചെയ്തത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും. അതായത് മിസ്റ്റേക്സ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് എഴുതി അറിയിക്കുക. ഇതിലിപ്പം ഞങ്ങളുടെ ഒരു റിസർച്ചിൽ നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച ആൻസേഴ്സ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒക്കെ പിൻ ചെയ്ത് വെക്കുക. അത് മറ്റുള്ളവർക്കും കൂടെ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ താങ്ക് യു.